നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാളെ, അതായത് ജൂൺ 24 ചൊവ്വാഴ്ച മുതൽ ഒരു മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങുകയാണ്. ജീവിത നിലവാരത്തിൽ തന്നെ മാറ്റം വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ പല നേട്ടങ്ങൾക്കുമുള്ള നാന്ദി കൂടി ആയി മാറുന്നു നാളത്തെ ദിവസം. ദാമ്പത്യപരമായി സുഖം വന്നു ചേരുന്നതാണ്. പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. ഒരുപാട് കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ 9 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മുതൽ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്ന ഭാഗ്യം സുകർമ്മ യോഗത്തിൻ്റെ അനുഗ്രഹം എന്നോണമായിരിക്കും. സുകർമ്മ യോഗം ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നൽകാൻ പോകുന്ന, അതായത് നാളത്തെ ദിവസം മുതൽ നൽകാൻ പോകുന്ന ഭാഗ്യം വളരെയധികം നീണ്ടു നിൽക്കുകയും ദാമ്പത്യപരമായി ശോഭിക്കാൻ കഴിയും. ദാമ്പത്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങളെ രമ്യതയിലാക്കാൻ സാധ്യമാകും. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. ജോലിയില്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഉത്തമ ജോലി ലബ്ധി, കർമ്മമേഖലയിൽ വളരെയധികം മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഈ 9 നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും വിദ്യയിൽ ശോഭിക്കാൻ സാധിക്കും. കൂടാതെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, ബിസിനസ്സിലോട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുമൊക്കെയും നല്ലൊരു സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ ഈ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരും തൊട്ടടുത്ത്, അതായത് ഗൃഹത്തിന് തൊട്ടടുത്ത് ദേവീക്ഷേത്രമുണ്ടെങ്കിൽ സ്ഥലദേവതയെ പ്രീതിപ്പെടുത്താനും പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് ആ നേട്ടം അല്ലെങ്കിൽ അമ്മയുടെ പ്രീതി ഏറ്റുവാങ്ങാനൊക്കെ ശ്രമിക്കണം. നാളത്തെ ദിവസം ചൊവ്വ, വെള്ളി എന്നീ ദിനങ്ങൾ ദേവിക്ക് വളരെയധികം, അമ്മ പരാശക്തിക്ക്, അമ്മ മഹാമായിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ചൊവ്വ, വെള്ളി ദിനങ്ങളിൽ ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും വളരെയധികം നേട്ടം പ്രാർത്ഥനയിലൂടെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ആ 9 നക്ഷത്രക്കാരിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തിക, ഈ 3 നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിൻ്റെ ഒരു ദിനമാണ് നാളെ തുടങ്ങുന്നത്, ചൊവ്വ, വെള്ളി. അപ്പോൾ ഇവർക്ക് പൊതുവേ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ചയൊക്കെ വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇവിടെ നാളെ നിങ്ങൾക്ക് സുകർമ്മ യോഗം കൂടിയാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായി നാളത്തെ ദിവസം ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു സമാധാനം നിങ്ങൾക്ക് അതിൽ നിഴലിക്കുന്നതാണ്. എല്ലാം വെപ്രാളപ്പെട്ട് ചെയ്യുന്ന നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് എല്ലാ കാര്യങ്ങളും ഒരു സമാധാനത്തോടെ, ചിട്ടയോടെ, അടുക്കോടും ചെയ്തു തീർക്കാനായി സാധ്യമാകുന്നതാണ്. ഭൂമി സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങൾ അല്ലെങ്കിൽ കേസ് വഴക്കുകൾ, പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് കിട്ടേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഒക്കെ നിലനിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് നല്ല സമയമാണ്. നല്ല സമയമെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് ആ ഭൂമി എത്തിച്ചേരും, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നതാണ് ഈ നല്ല സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശത്രുക്കൾക്ക് നാശമുണ്ടാകുന്നതാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരായ ആളുകളെ ഒളിഞ്ഞും തെളിഞ്ഞും ശത്രുതയോടുകൂടി എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു ആ ആളുകൾക്ക് നാശം വന്നു ചേരും. കാരണം എന്തെന്നാൽ ദൈവാധീനം ധാരാളമുള്ള സമയമാണ്. ഈശ്വരാധീനം നല്ലതുപോലെയുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം നിങ്ങൾ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്താൻ മറക്കരുത്. ഇവിടെ സുകർമ്മ യോഗം വളരെയധികം ഭാഗ്യത്തെയാണ് നാളത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്നത്. മഹാഭാഗ്യം തന്നെ ആണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട് ചില ഉന്നതമായ ഓഫറുകൾ, അല്ലെങ്കിൽ ചില പ്രൊമോഷനുകൾ, അല്ലെങ്കിൽ വിദേശത്തേക്ക് ജോലിക്കുള്ള, നാട്ടിലെ ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് വിദേശത്തേക്ക് അതേപോലെയുള്ള കമ്പനിയിൽ തന്നെ ജോലിക്ക് പോകാനുള്ള ഓഫറുകളൊക്കെ വരില്ലേ, അതിൻ്റെ ഫലമായി നിങ്ങളെ സെലക്ട് ചെയ്യാനൊക്കെയുള്ള സാധ്യതയും ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി മേന്മ വന്നു ചേരുന്നതാണ്. കടബാധ്യതകളിൽ നിന്ന് ഒരു പരിധി വരെ, ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് മോചനം ഉണ്ടാവുകയില്ലെങ്കിലും ഒരു പരിധി വരെയുള്ള കടബാധ്യതകളെ തീർക്കാനുള്ളതായ വഴി നിങ്ങളുടെ മുന്നിൽ ഭഗവാൻ തെളിയിച്ചു തരുന്നതാണ്. മോചനം ഉണ്ടാകുന്നതാണ്. കടബാധ്യതയിൽ നിന്ന് സാമ്പത്തികമായ ഒരു നേട്ടത്തിൻ്റെ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു മാറ്റത്തിൻ്റെ വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്ന സമയമാണ്. ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ വേറൊരു വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരവസ്ഥ. പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാത്ത ഒരവസ്ഥ. അപ്പോൾ ആ അവസ്ഥയൊക്കെ മാറി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഭഗവാൻ കാണിച്ചു തരും. അപ്പോൾ ആ വഴിയെ നിങ്ങൾ മുന്നോട്ട് പോകുക. പക്ഷെ ചെയ്യേണ്ട കാര്യം എല്ലാവരെയും ഒരു കൈയകലത്തിൽ നിർത്താൻ കൂടി ശ്രമിക്കുക. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക് ചില അടുത്ത ബന്ധുക്കളിൽ നിന്നും അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ധനനഷ്ടം നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാഠം പഠിച്ചു, ഇനിയും അതേപോലെ തെറ്റുകളിലേക്ക് പോയാൽ ചിലപ്പോൾ ആ ഒരു തിരിച്ചറിവ് കിട്ടുമ്പോഴേക്കും നമ്മുടെ ജീവിതം തന്നെ ആകെ ഒരു തുലാസിലായ അവസ്ഥയിലാകും. അതുകൊണ്ട് ഏവരെയും വളരെയധികം കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്. മെച്ചപ്പെട്ട ഒരു ആരോഗ്യം കൂടിയായിരിക്കും നാളെ മുതൽ ഉണ്ടാകുന്നത്. പൂരുരുട്ടാതി,
ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും കഷ്ടതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ അകലുന്ന സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. സുഖകരമായ യോഗം നിങ്ങൾക്കും ഭാഗ്യം തന്നെയാണ്. ഈശ്വരാധീനം ധാരാളമായി വരുന്ന സമയമാണ്. അതിനാൽ ശുഭകരമായ സമയമെന്ന് കണ്ണടച്ച് പറയാവുന്നതാണ്. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിലും അത് നിഴലിക്കുന്നതാണ്. എങ്ങനെ എല്ലാ പ്രവൃത്തിയിലും വിജയമായിട്ട് വരികയും ചെയ്യും. നിങ്ങളും ദേവീക്ഷേത്ര ദർശനം നാളത്തെ ദിവസം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. വിജയം നേടുന്ന ഒരു സമയം തുടങ്ങുകയാണ്. സാമ്പത്തികമായി പല മാറ്റങ്ങളും വന്നു ചേരും. ടെൻഷൻ ഒന്ന് കുറയ്ക്കുന്നത് വളരെയധികം ഫലം ചെയ്യുന്നതാണ്. കൂടാതെ കർമ്മ നേട്ടം വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ ഒരു സമാധാനം നിഴലിക്കുന്നതായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് സന്തോഷം വന്നു ചേരും. മക്കളിൽ നിന്ന് ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഒരു ഭാഗ്യം, അല്ലെങ്കിൽ മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യം കൂടി നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. കഷ്ടതകൾക്ക് ഒരു നീക്കുപോക്കുണ്ടാകും. ഭഗവാൻ ഈശ്വരാധീനം ധാരാളമായി നിങ്ങളിലേക്ക് നൽകുന്നതിനാൽ തന്നെ കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കൂടി അദ്ദേഹം തന്നെ കാട്ടിത്തരുന്നതാണ്. മനസ്സമാധാനം തിരികെ ലഭിക്കുന്നതാണ്. ഭവനത്തിൽ ശുഭകരമായ കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം വളരെയധികം ഉത്തമമായി മാറുന്നു. അതായത് നാളത്തെ ദിവസം ഏതെങ്കിലും വരാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങൾക്ക് തീർപ്പാക്കുകയോ ചില വിവാഹവുമായി ബന്ധപ്പെട്ട് ഡേറ്റ് എടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ശുഭകരമായൊരു ദിനം കൂടിയാണ് നാളെ. മെച്ചപ്പെട്ടൊരു ആരോഗ്യം ഉണ്ടാകുന്ന ദിവസമാണ്. കുട്ടികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനായി സാധിക്കും. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നാളത്തെ ദിവസം ചില ആദരവുകളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സുകർമ്മ യോഗം നാളത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം തന്നെയാണ്. വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ പറഞ്ഞ ആ ഒരു ക്ഷേത്ര ദർശനം മുടക്കരുത്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഒരുപാട് പരിഹാസങ്ങൾ ജീവിതത്തിൽ കേട്ടവരാണ് നിങ്ങൾ. തെറ്റ് ചെയ്യാതെ പഴി കേൾക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയം കൂടി തുടങ്ങുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നിങ്ങളാൽ തന്നെ സാധ്യമാകുന്നതായിരിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് ചില സഹായങ്ങൾ, അപ്പോൾ അത് സഹായം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ലോൺ പോലെയുള്ള കാര്യങ്ങൾ സാങ്ഷനാക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതാകാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ചില ജോലിക്കുള്ള ഉത്തരവുകൾ ലഭിക്കുന്നതാകാം. ഏതായാലും ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യം ഉണ്ടാകുന്നതാണ്. സമാധാനം നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ്. പ്രയാസങ്ങൾ ഒഴിയും ഒരു പുരോഗതി ജീവിതത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ്. ഭാഗ്യസമയം തന്നെയാണ് നാളെ. അപ്പോൾ നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. ദേവീക്ഷേത്ര ദർശനം വീണ്ടും എടുത്തു പറയുകയാണ്. അത് നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി ഒരു കുടുംബാർച്ചന കഴിപ്പിക്കുക. അപ്പോൾ എല്ലാവരുടെയും പേരും നാളും അതിൽ വരും. ഗൃഹനാഥൻ്റെ പേര് പറഞ്ഞു കൊടുത്ത് ഒരു കുടുംബാർച്ചന നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നാളത്തെ ദിവസം മികവ് പുലർത്താൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അവസരം വന്നു ചേരുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില സുഹൃത്തുക്കൾ മുഖേനയൊക്കെ ജോലിക്കുള്ള ഓഫറുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില അംഗീകാരങ്ങൾ ഒക്കെ നാളത്തെ ദിവസം വന്നു ചേരും. അതിനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. ഭൂമി വാങ്ങുന്ന കാര്യങ്ങളുമായി ഒരു പ്ലാനൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അത് നാളത്തെ ദിവസം അതിൻ്റേതായ തീരുമാനങ്ങളിൽ എത്തുന്നതാണ്. വാസ്തു സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കൊരു നേർച്ച പറയുക. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നതിന് ശേഷം ആ നേർച്ച കൂടി നടത്താൻ മറക്കാതിരിക്കുക. മംഗളകാര്യങ്ങൾക്ക് പങ്കെടുക്കാനുള്ളൊരു ദിവസം കൂടിയാണ് നാളെ. അതിനുള്ള അവസരം നാളത്തെ ദിവസം വന്നു ചേരും. മെച്ചപ്പെട്ട ആരോഗ്യമായിരിക്കും. എല്ലാം നല്ല തന്നെയാണ്. എങ്കിലും പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. പ്രാർത്ഥനകളാണ് ഓരോ നിമിഷവും ഈ പറയുന്ന ഗുണാനുഭവങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മാർഗം. അല്ലാതെ വെറുതെ നിങ്ങളിലേക്ക് വരികയില്ല. നിങ്ങളുടെ പോസിറ്റിവിറ്റി, അപ്പോൾ പോസിറ്റിവിറ്റി എങ്ങനെയാണ് വരുന്നത്? പ്രാർത്ഥനകളിലൂടെയാണ് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് കവചമുണ്ടാകുന്നത്. അപ്പോൾ ആ ഭാഗ്യത്തിന് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഈ പറയുന്ന ഭാഗ്യമോ ഗുണാനുഭവങ്ങളൊന്നും നിങ്ങളിലേക്ക് എത്തുകയുമില്ല. അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നാളെ ചൊവ്വാഴ്ചയാണ്. രാവിലെ സാധിക്കുമെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ വൈകിട്ടായാലും അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് നിങ്ങളുടെ കൈകൊണ്ടെങ്കിലും തുളസി ആയാലും തെറ്റിപ്പൂവായാലും ഒക്കെ ഒന്ന് മാല ഒരുത്ത് ഭഗവതിക്ക് ചാർത്തി നോക്കുക. വളരെയധികം മാറ്റം ഉണ്ടാകുന്നതാണ്. ശ്രേഷ്ഠമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും. കൂടാതെ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഒരു നെല്ലട വ്യത്യാസമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതിനും ഇതിലൂടെ സാധ്യമാകുന്നതാണ്. നന്ദി.